ഒരു പാക്കറ്റ് ബ്രെഡ്. ഇത് എഴുതി തരാം കേട്ടോ. എല്ലാവരും പോയോ? ഇന്ന് രാവിലെ എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. മോൻ വന്നോ? മോൻ വന്നില്ല. അവൻ UK ലീവ് കിട്ടിയില്ല. വീഡിയോ കോളിൽ വന്നിരുന്നു. വൈഫും മകൻ്റെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്? ആ, അവർ രണ്ടുപേരും അവിടെ തന്നെയാണ്. ഇത്രയും ദൂരമല്ലേ, ലീവൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ വരുമായിരിക്കും അവർ. ഞാൻ വരട്ടെ. പപ്പേനോട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ UK പോണ കാര്യം തന്നെയാണോ? അല്ല, ഞാൻ കുറെ നാളായിട്ട് പറയുന്നില്ല UK പോട്ടെ എന്ന്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഇത് ജോബൊന്നും ഇല്ലല്ലോ, എന്ന് UK പോട്ടെ. UK പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോസ്. കാരണം ഇതിനു മുമ്പ് നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെയെന്ന്. അതെ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാ, എന്താ, ഏത് പൊസിഷനിലാന്ന് നോക്കാൻ. പിന്നെ നീ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും നേതാക്കന്മാരുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ചും അണികളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ വാതോരാതെ എന്നോട് സംസാരിച്ചു. അതെ, നിലവിലെ അവസ്ഥയിൽ ഒരു കുടുംബം പോറ്റാനുള്ള മാർഗം എഡ്യൂക്കേറ്റഡായ ഒരാൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ യുവതലമുറ മുഴുവൻ എങ്ങോട്ട് പോകുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയും ഞാൻ നിന്നെ പിടിച്ചു വയ്ക്കുന്നില്ല, കാരണം നിന്റെ ഫ്യൂച്ചറാണ്. അവിടെ പോകുന്നവരൊക്കെ നല്ല ജോലിയാവുന്നുണ്ട്, സാലറി ആവുന്നുണ്ട്, കുടുംബമാവുന്നുണ്ട്, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ നീ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ കല്യാണം നടക്കും, പിന്നെ നിന്റെ മക്കളെ നോക്കണം, അതിനുവേണ്ടി നീ അമ്മയൊക്കെ കൊണ്ടുപോകും. അവിടെയും ഒരു ഓവർ എക്സ്പെൻസ് എന്നും പറഞ്ഞ് നീ തഴയുന്നത് അച്ഛനെ ആയിരിക്കും. നിന്റെ സാലറി കൊണ്ടോ നിന്റെ ഭാര്യയുടെ സാലറി കൊണ്ടോ എന്നെയും കൂടെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ സാധിക്കില്ല. അപ്പോൾ ഒരു പനി വന്നാലോ ഒരു വയ്യായിക വന്നാലോ, ഇപ്പം പിന്നെ അമ്മച്ചി ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അമ്മയും പ്രായമായിരിക്കുകയല്ലേ, അപ്പോൾ അമ്മയ്ക്കും വയ്യാതെ വന്നാൽ ഒരു പക്ഷേ പണ്ടൊക്കെ നീ പറയുന്ന പോലെ നമ്മൾ സ്കൂൾ വിട്ട് തിരിച്ചു ചെല്ലുന്ന സമയത്ത് അമ്മച്ചി ഇല്ല എന്നറിയുമ്പോഴൊരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നിനക്ക് ജസ്റ്റ് ഒരു വീഡിയോ കോളിലാണ് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെ മരണം എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. ഞാനോ അമ്മച്ചിയോ ആരെങ്കിലും ഒരാൾ ആദ്യം പോയി കഴിഞ്ഞാൽ
പിന്നെ അവശേഷിക്കുന്ന ഒരാളൊരു അവസ്ഥയുണ്ടല്ലോ, ഒന്നും മിണ്ടി പറയാൻ പറ്റാതെ വല്ലാതെ അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് മോനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോകല്ലേ പോകല്ലേ എന്നൊക്കെ ഞാൻ തടഞ്ഞു നിർത്തിയത്. പക്ഷെ നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുതിയ തലമുറ മുഴുവൻ അങ്ങോട്ട് ചേക്കേറുമ്പോൾ ഞാൻ പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആരും ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ പകലൊക്കെ അങ്ങനെയൊക്കെ പോകും, മിണ്ടിയും പറഞ്ഞൊക്കെ. രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. ഞാൻ ഇപ്പോഴേ അത് കാണുന്നുണ്ട്, ഞാനതിനെ ഭയപ്പെടുന്നുണ്ട്. ഞാൻ അറിയുന്ന ചിലരൊക്കെ ആ ഏകാന്തതയിൽ പെട്ടുപോയവരുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്നാലും നിന്റെ ആഗ്രഹം അതാണെങ്കിൽ പോയി രക്ഷപ്പെടും. അമ്മയുറങ്ങിയ വീട്ടിലേക്കിത്തിരി നേരമിരുട്ടി ഞാൻ എത്തിയല്ലോ. ഉച്ചയ്ക്കു കഞ്ഞി കിട്ടാത്തതിൽ സങ്കടം നായതൻ നോക്കിലും കണ്ടതേയില്ല ഞാൻ. അമ്മയില്ലാത്തതിൻ നോവറിഞ്ഞിട്ടാവാം അമ്മയ്ക്ക് കാവലാം നായ നിശബ്ദനായി. അമ്മ തൻ കാലിൽ ചിണുങ്ങുന്ന പൂച്ചയെ തിണ്ണയിലാകവേ ഞാൻ തിരഞ്ഞു. ദൂരെയിരുന്നതും ഏങ്ങിക്കരയുന്നു പണ്ടു തൊഴിച്ചതിൻ വേദനയോർത്താവാം. പാവം എന്നെ ഭയന്നിരിക്കുന്നു, പാവമാ പൂച്ച ഭയന്നിരിക്കുന്നു. കാൽ കൊണ്ടു ദൂരേക്കെറിയുമ്പോൾ ഓടിവൻ ഓമനിച്ചെന്നെ പഴി പറഞ്ഞെന്നമ്മ. കൊഞ്ചിച്ച് സാന്ത്വനിപ്പിക്കുവാനിന്ന് അമ്മയില്ലല്ലോ നോവായി തീർന്നവൾ. കൂട് തുറന്നപ്പോൾ കൂടെ നടന്നവൻ വാലാട്ടി മുട്ടിയുരുമ്മി നിന്നു. അമ്മ ഇരിക്കുമ്പോൾ കാലൊക്കെ നീട്ടി തിണ്ണയിലെത്തിരി നേരമിരുന്നു ഞാൻ. പട്ടിയും പൂച്ചയും നെഞ്ചിലമർന്നെൻ്റെ കണ്ണീര് ചെവി കുടഞ്ഞാറ്റി തണുപ്പിച്ചു. രാവേറെയായാലും എന്നെയും കാത്തമ്മ ഉമ്മറത്തിണ്ണയിൽ ചാഞ്ഞിരിക്കും. കാത്തിരിക്കാനൊരു അമ്മയില്ലാത്തൊരാ വീട്ടിലേക്കിങ്ങനെ ഞാനിനിയും തനിയെ തുറക്കണം താഴിട്ട പൂട്ടു ഞാൻ. കണ്ണീരൊഴുകിയൻ കാഴ്ച മങ്ങി. വീട് തുറക്കണം, വെട്ടം തെളിക്കണം,
ഉച്ചയ്ക്കും പിന്നെ എനിക്കും കഞ്ഞിയുണ്ടാക്കണം, പശിയകറ്റിയിടണം. അമ്മയുണ്ടെങ്കിലെന്നാശിച്ചു ഞാൻ. ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കുറങ്ങണം, ഒറ്റയ്ക്കു മിണ്ടണം, ഒറ്റയായി ഞാനിതാ. അമ്മ തൻ മണമുണ്ട് ചുറ്റുമെന്നാകിലും ഒറ്റയായി ഞാനിതാ നൊന്തിടുന്നു. പെങ്ങൾ വളർന്നവൾ ഭാര്യയായ അമ്മയായി, എങ്കിലും പരിഭവം ഏറെയുണ്ട്. അമ്മ തൻ ഓമന പൊന്നുമോനല്ലേ എന്നവൾ എന്നെന്നും വഴി പറയും. കുഞ്ഞായിരിക്കെ അമ്മ തന്നമ്മിഞ്ഞയോടായിരുന്നെനിക്കേറെ ഇഷ്ടം. പിന്നെ പതുക്കെ ചുണ്ടുകളോടും സ്നേഹചുംബനത്തോടുമായേറെ ഇഷ്ടം. പൊത്തി പിടിച്ചു കിടക്കുമ്പോൾ എൻ്റെ താരിളം മേനിയിൽ താളം പിടിക്കുന്ന അമ്മ തൻ കൈകളോടായി ഇഷ്ടം. അമ്മ തൻ കൈകളോടായി ഇഷ്ടം. അറിവ് വളർന്നപ്പോൾ അമ്മ എൻ ദേവിയായി, അറിവു വളർന്നപ്പോൾ അമ്മ എൻ ദൈവമായി, അറിവു വളർന്നപ്പോൾ അമ്മ എൻ എല്ലാമായി, അറിവു വളർന്നപ്പോൾ അമ്മ എൻ ജീവനായി. യുകെയിൽ പോയൊരു കൺമണിക്കുട്ടനെ ഒരു നോക്കു കാണുവാൻ കിട്ടാതെയായി ഇന്ന്. വീഡിയോ കോളിൽ വരുന്നൊരു നേരവും അതിജീവനത്തിൻ്റെ കെട്ടഴിക്കും. മിണ്ടി പറയുവാൻ ആരോരുമില്ലാതെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ വാതിലടച്ച് കുറ്റിയിട്ട് കിടക്കരുത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ഓടി വരണ്ടേ എനിക്ക്. നീ എനിക്ക് കൂട്ടുവന്നതാണോ? ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് കൂട്ടുവന്നതാണോ? എന്താ ഒരു കൂടെ ബ്രെഡും ഞാനും മാത്രമായി. ഇനി കീരൻ വരും.
മിണ്ടി പറയുവാൻ ആരോരുമില്ലാതെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കുറങ്ങണം, അമ്മയുണ്ടെങ്കിൽ ഇന്നാശിച്ചു ഞാൻ. മിണ്ടി പറയുവാൻ ആരോരുമില്ലാതെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കുറങ്ങണം, അമ്മയുണ്ടെങ്കിൽ ഇന്നാശിച്ചു ഞാൻ. മിണ്ടി പറയുവാൻ ആരോരുമില്ലാതെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കുറങ്ങണം, അമ്മയുണ്ടെങ്കിൽ ഇന്നാശിച്ചു ഞാൻ. മിണ്ടി പറയുവാൻ ആരോരുമില്ലാതെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കുറങ്ങണം, അമ്മയുണ്ടെങ്കിൽ ഇന്നാശിച്ചു ഞാൻ.